കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം വിശുദ്ധിതൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമ താതാ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമ താതാ വിശുദ്ധിതൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമ താതാ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമ താതാ വിശുദ്ധീകരിക്കൂ ഈശോയെ സ്വീകരിക്കാൻ എന്നെ ഒരുക്കൂ ശുദ്ധീകരിക്കൂ വിശുദ്ധീകരിക്കൂ ഈശോയെ സ്വീകരിക്കാൻ എന്നെ ഒരുക്കൂ ചിന്തകൾ വാക്കുകൾ എൻ ചെയ്തികൾ എല്ലാം നിൻ മുൻപിൽ വിശുദ്ധമായിടട്ടെ ചിന്തകൾ വാക്കുകൾ എൻ ചെയ്തികൾ എല്ലാം നിൻ
വിശുദ്ധി തൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമ താതാ. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമ താതാ. പരിശുദ്ധാത്മാവിൻ പരിപാവനമാം വരപ്രസാദം എന്നിൽ പകർന്നിടണം. പരിശുദ്ധാത്മാവിൻ പരിപാവനമാം വരപ്രസാദം എന്നിൽ പകർന്നിടണം. മർത്യരാം ഞങ്ങളെ നിൻ ഛായയിൽ സൃഷ്ടിച്ച ദൈവമേ എൻ പ്രണാമം. മർത്യരാം ഞങ്ങളെ നിൻ ഛായയിൽ സൃഷ്ടിച്ച ദൈവമേ എൻ പ്രണാമം. വിശുദ്ധി തൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമ താതാ. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമ താതാ. വിശുദ്ധി തൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമ താതാ. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമ താതാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുർബാന എന്ന മഹാസംഭവത്തെ നമ്മുടെ ജീവിതം വഴി നമുക്കൊന്ന് ദൈവികമാക്കാം. ദൈവത്തോടൊത്തുള്ള സഞ്ചാരമാണത്. നാം എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്? പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നമ്മളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്? അത് അച്ഛൻ്റെ വലിയ നിർബന്ധം കൊണ്ടാണോ, അതോ സിസ്റ്റേഴ്സ് നമ്മളെ തള്ളിവിട്ടിട്ടാണോ, നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും തീരുമാനമനുസരിച്ചാണോ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്? ഇത് നമ്മളോടുള്ള വലിയ ചോദ്യമാണ്. പലപ്പോഴും ഹിന്ദു മതസ്ഥരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ കുഞ്ഞെ പള്ളിയിൽ പോകുന്നത്? പലപ്പോഴും നമുക്ക് വ്യക്തമായ ഉത്തരം കൊടുക്കുവാൻ പറ്റുകയില്ല. ഇത് എൻ്റെ അപ്പൻ എന്നോട് സ്നേഹത്തോടുകൂടെ കൽപ്പിച്ച ഒരു കൽപ്പനയാണ് എന്ന് പറയുവാൻ ഉള്ള ധൈര്യം നമുക്ക് കുറവാണ്. ഒരുപക്ഷെ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. ഈശോ നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ. ഇത് ചെയ്യാനുള്ള കൽപ്പനയാണ്, ഇത് കാണാനുള്ള കൽപ്പനയല്ല. അപ്പോൾ കാണുമ്പോൾ നമ്മൾ കർത്താവ് പറയുന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമമുണ്ട്, റോഡിൻ്റെ വലതുവശത്തൂടെ നടക്കണമെന്ന്. പക്ഷേ നമ്മളാരും റോഡിൻ്റെ വലതുവശത്തുനിന്ന് മാറി ഇടതുവശത്തോട്ട് പലപ്പോഴും സഞ്ചരിക്കാറില്ല. നമ്മളൊക്കെ റോഡിൻ്റെ വലതുവശത്തൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളൊക്കെയും പലപ്പോഴും വളരെ വ്യക്തതയോടുകൂടെ പാലിക്കുന്ന നമ്മളെല്ലാവരും പക്ഷേ എൻ്റെ അപ്പൻ നമ്മളോട് പറഞ്ഞ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ സ്നേഹത്തോടുകൂടെയുള്ള ഒരപ്പൻ്റെ കൽപ്പനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത്.
അപ്പോൾ ഇത് ചെയ്യാനുള്ള കൽപ്പനയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈശോ വിശുദ്ധ കുർബാന അർപ്പിച്ചത്? അതുപോലെ തന്നെ നമ്മളും അർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ സമയവും സാഹചര്യവും സന്ദർഭവും ഈശോ അർപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നിന്നു കഴിഞ്ഞാൽ അത്രമാത്രം അനുഗ്രഹം കൊണ്ട് നമ്മളൊക്കെയും പൊതിയപ്പെടും. ഒരുപക്ഷെ ഈശോയുടെ നന്ദി അർപ്പണമായിരുന്നു അവിടുത്തെ ബലിയർപ്പണം. ഇങ്ങനെ നന്ദി പറഞ്ഞാൽ നമ്മൾക്കും അനുഗ്രഹം കിട്ടും. ഈ അനുഗ്രഹം അളവറ്റതാണ്. ഒരുപക്ഷെ യഹൂദരുടെ ജീവിതത്തിൽ ഉടനീളം ഒരു നന്ദി അർപ്പണമായിരുന്നു യഹൂദന് പ്രാർത്ഥന എന്നാൽ. അവന് പ്രാർത്ഥന എന്നാൽ യാചനയല്ല, മറിച്ച് അവന് ദൈവത്തോടുള്ള വലിയ നന്ദി അർപ്പണമാണ് പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. യഹൂദരുടെ സങ്കല്പത്തിൽ 2 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്നാമതായി അവർ ചെറിയ ബറാക്കോത്ത് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവരുടെ ജീവിതത്തിൽ. ചെറിയ ബറാക്കോത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള എന്ത് അവസ്ഥയിലും ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവരുടെ ഏത് ജീവിതത്തിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. നമുക്കറിയാം, ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തുതി കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മ ഏറ്റവും ആദ്യമേ തൻ്റെ പൊന്നു കുഞ്ഞിനെ പഠിപ്പിച്ച ആദ്യത്തെ പ്രാർത്ഥനയാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി എന്നാണ് നമുക്കറിയാം. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നാൽ യാചനയല്ല, മറിച്ച് ദൈവത്തോടുള്ള നന്ദി അർപ്പണമാണ്. ഇതാണ് യേശുനാഥൻ ആദ്യം പഠിച്ചത്. ഒരുപക്ഷെ യേശുവിൻ്റെ ജീവിതം മുഴുവനും ഈ നന്ദി അർപ്പണമായിരുന്നു. പിന്നീട് നമുക്ക് കാണാം യഹൂദരുടെ ജീവിതത്തിൽ രണ്ടാമത് ഒരു വലിയ നന്ദി അർപ്പണം ഉണ്ടായിരുന്നു. കാരണം വലിയ ബറാക്കോത്ത് എന്ന് പറയുന്ന പ്രാർത്ഥനയും അവർ നടത്തിയിരുന്നു. വിരുന്നിൻ്റെ സൽക്കാരത്തിൻ്റെ ഇടയിലും അതുപോലെ തന്നെ വലിയ ഉത്തരവാദിത്വം കൂടുന്ന വലിയ എന്തെങ്കിലും സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ ഇവരെല്ലാം പ്രാർത്ഥിച്ചിരുന്നു. അതുതന്നെയാണ് ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവൻ ലാസറിനെ ഉയർപ്പിച്ച നേരത്ത് അവൻ പോയി ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഒരു മനുഷ്യനെ ഉയർപ്പിക്കുന്ന നേരത്ത് കർത്താവിനോട് യാചിക്കുകയല്ല ഈശോ ചെയ്തത്. പകരം എൻ്റെ ദൈവമേ, എല്ലാത്തിനും ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇതുവരെയുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിട്ടില്ലേ, ഇനിയുമുള്ള പ്രാർത്ഥന നീ കേൾക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ദൈവമേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോനാഥൻ പ്രാർത്ഥിച്ചത്. ഇതാണ് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന. ഇത് യഹൂദ പാരമ്പര്യത്തിലുടനീളം എല്ലാ യഹൂദരും പാലിച്ചിരുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ജോബ് തൻ്റെ വേദനയുടെ തീച്ചുളയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു യാചനയല്ല പ്രാർത്ഥന. അവൻ ഏത് സംഭവത്തിലും ഏത് വേദനയിലും ഏത് തരത്തിലായാലും അവന് പ്രാർത്ഥന എന്നാൽ ദൈവത്തോടുള്ള നന്ദി അർപ്പണമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ഈ അവസ്ഥയെ പ്രതി നിനക്ക് ഞാൻ നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യഹൂദർക്കെല്ലാം പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നു. ഇതുതന്നെയാണ് ഈശോനാഥൻ നമ്മളെയും പഠിപ്പിക്കുന്നത്. ഇങ്ങനെ മക്കളെ, നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ കുർബാനയിൽ എത്രമാത്രം യോഗ്യതയോടുകൂടെ ഈശോ അർപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ബലി അർപ്പിക്കാൻ സാധിക്കണം. ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോ, ഈ ചോദിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ സാധിച്ചു തരും. ഇതാണ് ദൈവത്തിൻ്റെ ഉറപ്പ്. ഈശോ പറയുന്നുണ്ട്, ഈശോയുടെ സാഹചര്യങ്ങളിലേക്ക് മുഴുവൻ നമ്മൾ നടന്നു പോവുകയാണ്. ഈശോയുടെ പീഡാസഹനം, മരണം, അവൻ്റെ ഗെത്സമേനിലെ പ്രാർത്ഥന, കെദ്രോൺ അരുവി കടന്നുകൊണ്ടുള്ള അവൻ്റെ വലിയ പ്രവർത്തനങ്ങൾ, പിന്നീട് അവൻ കാൽവരിയിലേക്ക് നടന്നു കയറിയിട്ടുണ്ട് കുരിശുമരണം കഴിഞ്ഞിട്ട് ഉദ്ധാനം വരെ ചെന്നെത്തുന്ന മഹനീയ സന്ദർഭങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ നമുക്കറിയാം എത്രമാത്രം യോഗ്യതയോടുകൂടെ നമ്മളൊക്കെ ബലി അർപ്പിക്കേണ്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ ഈശോ തമ്പുരാൻ നീസാൻ മാസം 10-ാം തീയതിയാണ് ജെറുസലേമിലേക്ക് പ്രവേശനം നടത്തുക. നമുക്കറിയാം 10-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ചയാണ്. ജെറുസലേമിനെ സംബന്ധിച്ചിടത്തോളം പെസഹ തിരുനാൾ നടക്കുന്നത് നീസാൻ മാസം 14-ാം തീയതിയാണെന്ന് നമ്മൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ 10-ാം തീയതി എന്തിനാണ് ഈശോ ജെറുസലേമിലേക്ക് കയറിയത്? അവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട് ഞാനാണ്.
യഹൂദരെ സംബന്ധിച്ചിടത്തോളം 14-ാം തീയതി നടക്കുന്ന പെസഹായ്ക്ക് കുഞ്ഞാടിനെ തെരഞ്ഞെടുത്ത് കൊല്ലുവാനുള്ള കുഞ്ഞാടിനെ തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്ന ദിവസമാണ് ഈ 10-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ ഈശോ നമ്മളോട് പറയാതെ പറയുകയായിരുന്നു, 14-ാം തീയതി കൊല്ലപ്പെടുന്ന, വ്യാഴാഴ്ച കൊല്ലപ്പെടുന്ന കുഞ്ഞാട് ഈ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെടുന്നത്. ഈശോയുടെ മനസ്സിൽ മുഴുവനും കാര്യങ്ങളും വ്യക്തമായ ധാരണയോടുകൂടെയാണ് അവൻ മുൻപോട്ട് നീങ്ങിയത്. നമുക്കറിയാവുന്നതുപോലെ അവൻ്റെ പീഡാസഹന മരണ ഉദ്ധാനങ്ങൾ മുഴുവനും അവൻ്റെ മനസ്സിലുള്ള ആകത്തുകയായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ മുമ്പേ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. ഈശോനാഥൻ നമുക്കറിയാവുന്നതുപോലെ പീഡാസഹന വേളയ്ക്ക് മുമ്പായിട്ട് അവൻ പെസഹ ഭക്ഷിച്ചു. അവൻ പെസഹ എവിടെ ഒരുക്കണമെന്ന് അവൻ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ കാണുന്ന സെഹിയോൻ മാളിക മുറിയിലേക്ക് ചെല്ലുക. അവിടെ എനിക്ക് വേണ്ടി സജ്ജീകൃതമായിട്ടൊരു മാളിക മുറി കാണും. അവിടെ നമ്മൾക്ക് പെസഹ ഭക്ഷിക്കണം. നമുക്കറിയാവുന്നതുപോലെ യഹൂദൻ എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും പെസഹായുടെ നാളിൽ അവൻ ജെറുസലേമിലേക്ക് കടന്നു വരും. ഈ ജെറുസലേമിൽ വെച്ചിട്ടാണ് അവരെല്ലാവരും പെസഹ ഭക്ഷിക്കുന്നത്. 2 ലക്ഷത്തോളം പേർ വരുന്ന യഹൂദര് അവിടെ പെസഹ തിരുനാളിൽ ഒന്നിച്ചു കൂടിയിരുന്നു. പക്ഷേ ഈ 2 ലക്ഷത്തോളം പേർക്ക് ജെറുസലേം ദേവാലയത്തിൽ ഒരിക്കലും ബലിയർപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് യഹൂദൻ അന്നത്തെ നാളിൽ തിരുനാളുകളിൽ ഒരു പ്രത്യേകതയുള്ളത്, ഏറ്റവും കൂടുതൽ വാടക കൊടുത്തിട്ട് വേണം ജെറുസലേമിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നവർക്ക് വാടക കൂടുതൽ കൊടുത്തിട്ട് വേണം ബലി അർപ്പിക്കുവാൻ. പക്ഷേ യഹൂദൻ അന്ന് ഉണ്ടായിരുന്ന പൈസ മുഴുവനും കൊടുത്തിട്ട് അവർ ബലിയർപ്പണ വേദിയിലേക്ക് അല്ലെങ്കിൽ ബലിയർപ്പിക്കുവാൻ വേണ്ടി അവരെല്ലാം പെസഹ ഭക്ഷിക്കാൻ വേണ്ടി ദേവാലയത്തിൻ്റെ ചുറ്റും കൂടിയിരുന്നു. പക്ഷേ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങ് ഗത്സമേൻ വരെയുള്ള സ്ഥലങ്ങളിലേക്ക്, ജെറുസലേമിൻ്റെ ദേവാലയമായിട്ട് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് പാവപ്പെട്ടവർ പോകും. അപ്പോഴേ ഈശോയുടെ നാമത്തിൽ നമുക്കറിയാം, ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോ അർപ്പിച്ച ബലിയർപ്പണം എവിടെയായിരുന്നു പ്രിയപ്പെട്ടവരെ? ഈശോ അർപ്പിച്ച ബലിയർപ്പണം തുടങ്ങിയത്, അവൻ്റെ പെസഹ മുറി നടത്തിയത്, അല്ലെങ്കിൽ പെസഹ തിരുനാളിന് അവൻ പെസഹായ്ക്ക് കോപ്പുകൂട്ടിയ സ്ഥലം എവിടെയായിരുന്നു? അത് സെഹിയോൻ മാളിക മുറിയാണെന്ന് നമുക്കറിയാം. അത് ദാവീദിനെ അടക്കിയ, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജാവിനെ അടക്കിയിട്ടുള്ള പ്രദേശമായിട്ടുള്ള ആ കബറിടത്തിന് മുകളിലായിട്ടുള്ള മാളിക മുറിയാണ്. ആ മാളിക മുറിക്കാണ് ഏറ്റവും കൂടുതൽ വാടക ആ നാളുകളിൽ യഹൂദർ കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം, യേശുനാഥൻ താൻ അർപ്പിക്കാൻ പോകുന്ന ബലിയർപ്പണത്തിൽ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ ദേവാലയങ്ങളൊക്കെയും വലിയ തോതിലൊക്കെ പണിതുയർത്തുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഓർക്കും, എന്തിനാ ദൈവമേ നീ വസിക്കുന്നത്, നീ കാലിത്തൊഴുത്തിൽ പിറന്നവനല്ലേ, നിനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ യേശുനാഥൻ തൻ്റെ ബലിയർപ്പണത്തിൽ അത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എക്ലസിയാദ എവുക്കറിസ്തിയായിൽ സഭയും വിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനത്തിൽ ഈ വിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോനാഥൻ ഈ പെസഹ മുറി, ഈ മാളിക മുറി തെരഞ്ഞെടുത്തത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യേശുനാഥനെ സംബന്ധിച്ചിടത്തോളം ഈ മാളിക മുറിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ടെങ്കിൽ നമ്മളും ഓർക്കണം, നമ്മൾ അർപ്പിക്കുന്ന ബലിയർപ്പണ വേദി പോലും അത്രമാത്രം പ്രാധാന്യമാണ്. പക്ഷേ നമ്മളൊക്കെ ഓർക്കണം, നമ്മളൊക്കെ ബലിയർപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലോഡ്ജ് മുറി നമ്മളെല്ലാം കൂടെ, നമ്മളെ വീട്ടുകാരെല്ലാം കൂടെ വാടകയ്ക്കെടുക്കുകയാണ്. നമ്മൾ ഇന്ന് രാത്രി മുഴുവനും പെസഹ ഭക്ഷിക്കാൻ വേണ്ടി നമ്മളവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ആരെങ്കിലും രാത്രിയിൽ അവിടെ നിന്ന് മാറിയിട്ട് ചന്തയിൽ പോയി കിടന്നുറങ്ങുമോ? ഇല്ലല്ലോ. പക്ഷേ യേശുനാഥൻ ചെയ്തത്, അതിനുശേഷം പെസഹ അർപ്പണത്തിന് ശേഷം നേരെ പോയത് ഗത്സമേനിലേക്കാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം രാത്രി മുഴുവൻ ഇവർ ഉറങ്ങാതിരിക്കണം. സങ്കീർത്തന പുസ്തകം 113 തൊട്ട് 118 സങ്കീർത്തനം വരെയുള്ള ഹല്ലേൽ കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് ഇവർ രാത്രി മുഴുവനും പെസഹ ഭക്ഷിച്ചിരുന്നത്. അങ്ങനെ അവസാനത്തെ ആളും പെസഹ ഭക്ഷിച്ച ശേഷം ഉറങ്ങിയതിന് ശേഷമാണ് ഇവരുടെ പെസഹ തീരുന്നത്. ഈശോയുടെ പെസഹ അവിടെ അവസാനിച്ചോ? ഒരിക്കലുമില്ലല്ലോ. ഈശോ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി. അവൻ നേരെ പോയത് ഗത്സമേനിലേക്കാണ്. ഈ ഗത്സമേനി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ പാവപ്പെട്ടവൻ്റെ സ്ഥലമാണ്. ഈ പാവപ്പെട്ട മനുഷ്യരിലേക്കുള്ള ഓരോ പോക്കാണ് ശരിക്കും ബലിയർപ്പണം.
ബലിയർപ്പണം എന്നാൽ ഊട്ടുശാലയിൽ തുടങ്ങിയിട്ട് പാവപ്പെട്ട മനുഷ്യരിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ ബലിയർപ്പണം വെറുതെയാണ് പ്രിയമുള്ളവരെ. ഇതാണ് ഈശോനാഥൻ ആദ്യമേ നമ്മളോട് പറയുക. നാമൊക്കെ വലിയ ദേവാലയത്തിൽ നിങ്ങളൊക്കെ ബലി അർപ്പിക്കണം. വലിയ തിരുവസ്ത്രങ്ങളോടുകൂടെ ബലി അർപ്പിക്കണം. തിരുക്കാസയിൽ സ്വർണത്തിൻ്റെ കുസ്തോതിയിൽ ബലി അർപ്പിക്കണം. പക്ഷേ പാവപ്പെട്ടവനിലേക്ക് പോകണം. ഈ പാവപ്പെട്ടവരിലേക്കുള്ള പോക്കിലാണ് നമ്മുടെ ബലിയർപ്പണത്തിൻ്റെ അന്തസ്സത്ത ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈശോ പഠിപ്പിച്ച ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടെ നമ്മളൊക്കെ മനസ്സിലാക്കണം. അവിടെ നിന്ന് ഈശോ നേരെ പോയത് ഗെത്സമേനിലേക്കാണ്. ഗെത്സമേനിന് ശേഷം അവൻ പ്രത്തോറിയത്തിലേക്ക് അവനെ കൊണ്ടുപോയി. അതിനുശേഷം വലിയ പീഡാസഹനങ്ങൾക്ക് ശേഷം അവൻ കാൽവരി മലയിലേക്ക് കയറി. അവിടെ വെച്ച് 3 ആണികളാൽ തറയ്ക്കപ്പെട്ടാണ് അവൻ മരിച്ചത്. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ശേഷം നമുക്കറിയാം അവൻ കൂദാശയായിട്ട് മാറിയ ആ ബലിവേദിയിൽ വെച്ചാണ് അവൻ ഉറങ്ങുക. അവിടെ വെച്ചാണ് പെസഹ തീരുക. അതുകൊണ്ട് ഊട്ടുമുറിയിൽ തുടങ്ങിയ പെസഹ തീരുന്നത് അവൻ്റെ ബലിയർപ്പണ വേദിയിലാണ്. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയും ഇത്രമാത്രം മഹനീയത നിറഞ്ഞതാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മളൊക്കെ വായിക്കുന്നുണ്ട്, താൻ സ്നേഹിച്ചവരെ അവസാനം വരെ അവൻ സ്നേഹിച്ചു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, യേശുനാഥൻ തൻ്റെ കൈകളിൽ തിരുക്കാസ ഉയർത്തിക്കൊണ്ട് അവൻ പറയുന്നുണ്ട്, എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാം എന്നെ ഉപേക്ഷിക്കുമെന്ന് അവൻ പറയാതെ പറയുകയാണ്. അതിനുശേഷം അവരോട് പറഞ്ഞു, എൻ്റെ പിതാവും കാൽവരി മനയിൽ വെച്ചിട്ട് എന്നെ ഉപേക്ഷിക്കും. ഞാനും കുരിശിൽ കടന്നുകൊണ്ട് വിളിച്ചു കാറും. പക്ഷേ അവിടെയും പിതാവ് എന്നെ രക്ഷിക്കാൻ വരികയില്ല. പക്ഷേ യഹൂദൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഈ കാസ എടുത്തുയർത്തിയ ശേഷം അവൻ ദൈവപിതാവിന് നന്ദി പറഞ്ഞു. ഇതാണ് പ്രിയമുള്ളവരെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം നന്ദി അർപ്പണം. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, യഹൂദനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന വലിയ വേദനയുടെ തീച്ചൂളകൾ അവൻ്റെ മുമ്പിലുണ്ടെങ്കിലും യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവപിതാവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആരാധന നന്ദി അർപ്പണമാണ്. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ തൊട്ടടുത്ത് അപ്പം കൊടുക്കുന്നവൻ ആരാണെന്ന്. അപ്പം കൊടുക്കുന്നത് ഏറ്റവും ആദ്യമേ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് ആരാണെന്ന് നമുക്കറിയാം. അത് യൂദാസാണ്. പ്രിയപ്പെട്ടവരെ, പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും 1-ാം പ്രവചനം തൊട്ട് എല്ലാ പ്രവചനങ്ങളും നടത്തിയതും ഈ യൂദാസിനെ നന്നാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇത് സ്വീകരിച്ചതിന് ശേഷവും ഇവൻ എന്നെ ഉപേക്ഷിക്കുമെന്ന്. പക്ഷേ എങ്കിലും ഒരേ ഭാവത്തോടുകൂടെ നന്ദി അർപ്പിക്കുവാൻ ഈ ദൈവത്തിനല്ലാതെ മറ്റാർക്കാ സാധിക്കുക? അപ്പോൾ ഈശോയുടെ വലിയ നന്ദി അർപ്പണമാണ് ഒരർത്ഥത്തിൽ വിശുദ്ധ കുർബാന എന്നാൽ. പക്ഷേ അവസാനം കുരിശിൽ കടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ഈശോനാഥൻ വിളിച്ചു കരഞ്ഞു. അവിടെ വെച്ചെല്ലാം തീർന്നോ? ഇല്ല പ്രിയമുള്ളവരെ, അവിടെ വെച്ചെല്ലാം തീർന്നില്ല. നമുക്കറിയാവുന്ന പോലെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം നന്ദി അർപ്പണമാണ് പ്രാർത്ഥനയെങ്കിൽ രോഗാവസ്ഥയിലോ മരണവക്തത്തിലോ കിടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തനത്തിൻ്റെ ആദ്യ പാദം മാത്രം ചൊല്ലിയാൽ മതി. അതിനുശേഷം ബാക്കിയുള്ള പാദങ്ങളെല്ലാം അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന മനുഷ്യരെല്ലാം അവർക്ക് വേണ്ടി ഏറ്റുപാടണം. ഇതാണ് ശരിക്കും ഹല്ലേൽ കീർത്തനത്തിൻ്റെ അർത്ഥം. ഏതെങ്കിലും അസുഖമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യർ മുഴുവനും അത് ഏറ്റു പറഞ്ഞാൽ അവരുടെ പെസഹ എല്ലാം തീരുന്നു. പക്ഷേ ഈശോനാഥൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ? ഈശോനാഥൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അത് ഈശോ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് സുവിശേഷത്തിൽ പറയുക. ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തിനാ പ്രിയമുള്ളവരെ? അവിടെ കൂടിയിരിക്കുന്ന താഴെ നിന്നിരുന്നത് ആരൊക്കെയാണ്? അവൻ്റെ അമ്മയും അവൻ്റെ താൻ സ്നേഹിച്ചിരുന്ന ഏറ്റവും വലിയ അവൻ്റെ സ്നേഹത്തിൻ്റെ ഉരുവായ ശിഷ്യനുമാണ്. പക്ഷേ ബാക്കിയുള്ള ശിഷ്യന്മാർ പെസഹ തുടങ്ങിയപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ.
അവിടെ ഇല്ലാത്തത് കൊണ്ട് ഈശോ ഉറക്കെ വിളിച്ചു കാറി, നിങ്ങളും കൂടെ ഏറ്റു പറഞ്ഞാൽ മാത്രമേ നമ്മുടെ പെസഹ തീരുകയുള്ളൂ. അതുകൊണ്ട് പെസഹ തുടങ്ങിയപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പെസഹ തീരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വേണം. എങ്കിൽ മാത്രമേ ഈ ബലിയർപ്പണം തീരുകയുള്ളൂ. അതുകൊണ്ട് ഈശോ ഉറക്കെ വിളിച്ചു കാറി, നിങ്ങൾ കേൾക്കുന്നില്ലേ, ഇതാ ഞാൻ മരിക്കാൻ പോകുന്നു. നമുക്കറിയാവുന്നതുപോലെ 22-ാം സങ്കീർത്തനം തീരുന്നത് ദൈവത്തിൻ്റെ വലിയ സ്തുതികളാണ്. അതുകൊണ്ടാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന യാചനയല്ല. നമുക്കറിയാവുന്നതുപോലെ ആ സുവിശേഷം തീരുന്നത് ദൈവമാകിയ ഈശോ അവിടെ കുരിശിൽ ബലിയർപ്പണ വേദിയിൽ പൂർണ്ണമായും അർപ്പിച്ചതിന് ശേഷം അവിടെ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ സങ്കീർത്തനം പാടി പൂർത്തിയാക്കാമോ? ഒരുപക്ഷെ ഇതാണ് ബലിയർപ്പണം. ഈശോ എല്ലാവരോടുമായി പറയുകയാണ്, നിങ്ങളിത് പാടി പൂർത്തിയാക്കാമോ? ഒരുപക്ഷെ നമുക്ക് പറയാം, ഈ വേദനയുടെ തീച്ചൂളയിൽ അല്ലെങ്കിൽ വേദനയുടെ മരണവക്തരത്തിൽ നിൽക്കുന്ന ഏതു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവപിതാവ് നന്ദി പറഞ്ഞതുപോലെ, ഈശോ നന്ദി പറഞ്ഞതുപോലെ ഇങ്ങനെ നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ബലിയർപ്പണം. ഇങ്ങനെ നന്ദി പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാണ് ഈശോ നമ്മളോട് പറയുക. ഞാൻ അനുഗ്രഹിക്കും. എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വലിയ അനുഗ്രഹം നിങ്ങൾ കണ്ടില്ലേ? കുരിശിൻ താഴെ വേദനയോടുകൂടെ നിന്ന ആ അമ്മയ്ക്ക് ഞാൻ കൊടുത്തില്ലേ ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാകാനുള്ള വലിയ ഭാഗ്യം? താഴെ നിന്നിരുന്ന ശിഷ്യനും കൊടുത്തില്ലേ അനുഗ്രഹം? സ്വന്തം അമ്മയെ, പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാനുള്ള അനുഗ്രഹം. നിങ്ങൾ നിൽക്കൂ, ഞാൻ അർപ്പിച്ച ബലി പോലെ അത്രമാത്രം യോഗ്യതയോടുകൂടെ നിങ്ങളും ബലി അർപ്പിക്കൂ. നിങ്ങൾക്ക് ഞാൻ തരാം അനുഗ്രഹം. എനിക്ക് അനുഗ്രഹം കിട്ടി. ഈശോയ്ക്ക് കിട്ടിയ അനുഗ്രഹം എന്തായിരുന്നു പ്രിയമുള്ളവരെ? ഈശോയ്ക്ക് കിട്ടിയ അനുഗ്രഹം അവൻ്റെ ഉയർപ്പാണ്. അവൻ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിച്ചു. ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യൻ്റെയും പാപങ്ങൾ പോക്കുവാനുള്ള വലിയ അനുഗ്രഹം. ഏതൊക്കെ മനുഷ്യനാണോ ഇനി ജനിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ വരെ പാപങ്ങൾ പോക്കുവാനുള്ള വലിയ അനുഗ്രഹം അവന് കിട്ടി. ഇത് ദൈവപിതാവിൽ നിന്നുള്ള വലിയ സമ്മാനമായിരുന്നു. ഒരുപക്ഷേ നമ്മുടെ ബലിയർപ്പണ വേദിയിൽ ഈശോ നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. ഒരുപക്ഷേ നമ്മളൊക്കെയും വെറുതെ തള്ളിക്കളയുന്ന ഈശോയുടെ ഒരു ആഹ്വാനമാണിത്. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. അപ്പോൾ ഒരു സ്നേഹമുള്ള ഒരു അപ്പൻ്റെ കൽപ്പനയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തള്ളിക്കളയുമോ? അത് ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാനൊക്കെയും അല്ലെങ്കിൽ യേശുനാഥൻ ചങ്ക് പൊട്ടി പറഞ്ഞ ഒരു കൽപ്പനയാണത്. ആ കൽപ്പനയ്ക്ക് അത്രമാത്രം സ്നേഹത്തോടുകൂടെ നമ്മൾ പ്രത്യുത്തരം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ അർത്ഥം അത്രമാത്രം മഹനീയമാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മളോട് ചോദിക്കുന്നവരോട് നമ്മൾ പറയണം, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ. എൻ്റെ അപ്പൻ്റെ കൽപ്പനയാണത്. അപ്പൻ്റെ കൽപ്പന ധിക്കരിക്കുവാൻ ഒരു മകനായിട്ടുള്ള, ഒരു മക്കളായിട്ടുള്ള എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയാൻ പ്രിയമുള്ളവരെ ധൈര്യമുണ്ടാകണം. ഇതാണ് ബലിയർപ്പണം. ഈ ബലിയർപ്പണത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഈശോ ഓരോ നിമിഷവും. സ്വന്തം മക്കൾക്ക് ഒരിക്കലും അപ്പൻ നമുക്ക് വേണ്ടി മരിച്ച ഒരപ്പന് നന്ദി പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഒരു ഉപകാരം ചെയ്തവരോട് നമ്മളൊക്കെ നന്ദി പറയുകയില്ലേ? ഈശോയുടെ അർപ്പണവും ഇത് തന്നെയാണ്. എനിക്ക് വേണ്ടി മരിച്ച ഒരുവന് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ നന്ദിയാണ് ഒരുപക്ഷെ വിശുദ്ധ കുർബാന. പ്രിയമുള്ളവരെ, ഈ നന്ദി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്ദി നിങ്ങൾ നൽകണം എന്ന് ഈ അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ കൽപ്പനയ്ക്ക് നമുക്കും ഉത്തരം കൊടുക്കാം. ഈശോ നാഥൻ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമം